ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും എസ് വിജയകുമാർ കൂടി ചേരുകയാണ്. വിജയകുമാർ, ഈ വാർത്താ സമ്മേളനം ഇപ്പോൾ നടത്തുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. കാരണം DGMO തല ചർച്ച വൈകിട്ട് നടക്കാൻ പോവുകയാണ്. അതിന് മുമ്പേ തന്നെ ഒരു വാർത്താ സമ്മേളനം നേരത്തെ ഷെഡ്യൂൾ ചെയ്തതാണ്, അത് നടക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നലത്തെ തുടർച്ചയാണ്. അതിൽ കുറച്ചുകൂടി ചില കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ 3 DGമാരും DGMOയും ഒക്കെ ഈ വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്താണ്, അത് ഭീകരർക്കെതിരെയായിരുന്നു എന്ന് പറയുന്നു. അതിൽ എപ്പോൾ പാകിസ്ഥാൻ സേന ഇടപെട്ടു അപ്പോഴാണ് ഈ പാക് കേന്ദ്രങ്ങളെ പാകിസ്ഥാനിലേക്ക് കടന്നാക്രമിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യ എത്തിയത് എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം തുടങ്ങിയത്. ഒപ്പം തന്നെ നിലവിൽ പറഞ്ഞിരിക്കുന്ന ചില ഊഹാപോഹങ്ങൾ, ചില ആക്ഷേപങ്ങൾ, ആരോപണങ്ങളൊക്കെ പല കോണുകളിൽ നിന്നായി ഉയരുന്നുണ്ട്. അതൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ 3 തലവന്മാരും സംസാരിച്ചത്. എങ്ങനെ കാണാം ഈ വാർത്താ സമ്മേളനവും ഒപ്പം പറഞ്ഞ കാര്യങ്ങളും? പ്രജിൻ, ഇന്നലെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് 3 സേനകളുടെയും മിലിറ്ററി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻ ഡയറക്ടർമാർ സംസാരിച്ചതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനവും. അതിൽ പ്രധാനപ്പെട്ടത് ഇന്ത്യ നടത്തിയ പോരാട്ടം ഭീകരതയ്ക്കെതിരെയാണ്. അത് പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെയോ പാകിസ്ഥാനിലെ ജനങ്ങൾക്കെതിരെയോ പാകിസ്ഥാനെതിരെയോ ആയിരുന്നില്ല എന്ന് സ്ഥാപിക്കാനാണ് ഈ വാർത്താ സമ്മേളനത്തിലുടനീളം 3 സേനാ തലവന്മാരും സേനാ മേധാവിമാരും ശ്രമിച്ചത്. അതിൽ ചൈനീസ് നിർമ്മിത PL-15 എന്ന മിസൈലിൻ്റെ പേര്, അത് ചൈനീസ് നിർമ്മിത മിസൈൽ ഉപയോഗിച്ചു എന്നതിൻ്റെ പേരടക്കം അത് ചൈനീസ് നിർമ്മിതമാണ് എന്നതടക്കം സൂചിപ്പിച്ച് അത് തകർത്തതിൻ്റെ ദൃശ്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു, അതിൻ്റെ തെളിവുകളടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ വാർത്താ സമ്മേളനം. തുർക്കിയുടേത് തന്നെയല്ല, ഏത് രാജ്യത്തിൻ്റെ ഡ്രോണുകളും തകർക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാണ്. ഇന്ത്യയുടെ ഏതെങ്കിലും വ്യോമത്താവളങ്ങൾക്ക് കാര്യമായ തകരാറുണ്ടാക്കാൻ പാകിസ്ഥാൻ്റെ ആക്രമണത്തിന് കഴിഞ്ഞിട്ടില്ല. മിനിമം ലോസ് മാത്രം ആ മട്ടിലാണ് അവർ വിശദീകരിച്ചത്. നമുക്ക് വളരെ ചെറിയ നഷ്ടങ്ങൾ മാത്രമാണ്, തിരിച്ചടികൾ മാത്രമാണ് ഉണ്ടായത്. ഏതെങ്കിലും തരത്തിൽ കനത്ത നാശനഷ്ടം വിതയ്ക്കാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങൾ ആകെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം പരാജയപ്പെടുത്തു. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യോമത്താവളങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് കൂടുതൽ തെളിവുകൾ, ഇന്നലെ ചില ചിത്രങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ദൃശ്യങ്ങളടങ്ങുന്ന തെളിവുകൾ പുറത്തുവിട്ടാണ് വാർത്താ സമ്മേളനം. പാകിസ്ഥാൻ തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ കൂടുതൽ തെളിവുകൾ, ദൃശ്യങ്ങളടങ്ങുന്ന കൂടുതൽ തെളിവുകളുമായി വീണ്ടും മാധ്യമങ്ങളെ കാണുന്നത്. അതിൽ തന്നെ ചൈനയുടെ ഇൻവോൾവ്മെൻറ്റ്, അവരുടെ ആയുധങ്ങൾ പാകിസ്ഥാൻ ഇതിൽ ഉപയോഗിച്ചത്, അത് ലക്ഷ്യത്തിലെത്തുന്ന മുമ്പ് തകർക്കപ്പെട്ടത്, അതുപോലെ ചൈന പാകിസ്ഥാന് കൊടുത്ത അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം HQ-9 അത് ഡ്രോൺ ആക്രമണത്തിലൂടെ നിർവീര്യമാക്കുകയും അത് തകർക്കുകയും ചെയ്തതിൻ്റെ മറ്റു വിവരങ്ങളും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി 3 സേനാ തലവന്മാരും. ഇത് ഒരുപക്ഷേ ഇതിൻ്റെ 2ാമത്തെ വാർത്താ സമ്മേളനമാണ്. ഇതിൽ സമാധാനത്തിന് വേണ്ടിയാണ് ഇന്ത്യ നിലകൊള്ളുന്നത് എന്ന് രാമചരിതമാനസത്തിലെ ഒരു വരികൾ സൂചിപ്പിച്ചാണ് സേനാ വക്താക്കൾ സംസാരിച്ചത്. അപ്പോൾ ഉറപ്പായും ഇന്ത്യ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങും. ഇപ്പോഴും നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റവും നമ്മളുടെ പ്രതിരോധ സംവിധാനവും ശക്തമാണ്. ഏത് സമയത്തും ഏത് തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടാൻ സജ്ജമാണ്, തിരിച്ചടിക്ക് തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് എന്ന് സേനാ വക്താക്കൾ പറഞ്ഞു. നാവികസേന അവരുടെ അറബിക്കടലിലെ സാന്നിധ്യം അത് ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്നലെ പാകിസ്ഥാനെ അവരുടെ ഹാർബറുകളിലേക്ക് തിരികെ അയക്കാൻ പറ്റുന്ന തരത്തിൽ എങ്ങനെയാണ് ഇടപെടൽ നടത്തിയത് എന്ന് നാവികസേന വ്യക്തമാക്കിയിരുന്നു. ഇന്നും അത് ഏതാണ്ട് അതേ നിലപാട് തന്നെയാണ്. ആ നിലയിൽ തന്നെ നമ്മളുടെ പൊസിഷനുകളിൽ നാവികസേന ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ കടലിലെ അതിൻ്റെ ഒരു അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ, ഇന്ത്യയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല, അതിനനുവദിക്കുകയുമില്ല എന്ന് നാവികസേനയും വ്യക്തമാക്കിയിട്ടുണ്ട്. കര, നാവിക, വ്യോമസേനകളുടെ ഡയറക്ടർ ജനറൽമാർ, ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽമാരാണ് ഈ വിഷയങ്ങളിൽ സംസാരിച്ചത്. കിരാന എന്ന പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രത്തിൽ ഇന്ത്യ നിയന്ത്രിത ആക്രമണം നടത്തിയെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വാർത്തകളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. നേരത്തെ അച്യുതൻ സൂചിപ്പിച്ചതുപോലെ പറയാൻ പറ്റുന്ന വിവരങ്ങൾ പറഞ്ഞു. രഹസ്യാത്മകത നിലനിർത്തേണ്ടതിൽ അതങ്ങനെ തന്നെ തുടരും എന്നും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർച്ചയായ 2ാം ദിവസവും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സൈനിക നടപടികളുടെ കൂടുതൽ വിവരങ്ങളാണ്, പ്രത്യേകിച്ച് ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിച്ചത്. നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റം എത്രത്തോളം ശക്തമാണ്. വിജയങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഇതിൽ
ഇപ്പോൾ ഈ ഇവിടെ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ വാർത്താസമ്മേളനം നടത്തുന്ന DGമാർ ചെയ്തതുപോലെ തെളിവുകളോ അല്ലെങ്കിൽ അത്തരം ചിത്രങ്ങളോ ഒന്നും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഇതുവരെയും അവർ വെളിപ്പെടുത്തിയതായി കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രൊപ്പഗൻഡ ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടോ, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. അതിന് ഉത്തരമായി എയർ മാർഷൽ പറഞ്ഞത് അതിന്റെ ഉത്തരം ചോദ്യത്തിൽ തന്നെ ആ ഉത്തരമുണ്ട്, അങ്ങനെ പ്രൊപ്പഗൻഡ പാകിസ്ഥാൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിന് മറുചോദ്യം ഉണ്ടായിരുന്നു വിജയകുമാർ. കാരണം ഈ രീതിയിൽ ഇന്ത്യ അവരുടെ അത്തരം സൈനിക താവളങ്ങളോ സൈനിക കേന്ദ്രങ്ങളോ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ചിത്രങ്ങൾ സഹിതം അത് വ്യക്തമാക്കുന്നില്ല? അത് ഈ പറയുന്ന പോലെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്കെതിരായ ആയുധമായൊക്കെ അവർക്ക് ഉപയോഗിക്കാമല്ലോ എന്ന ചോദ്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനൊരു നിലപാടിലേക്ക് പാകിസ്ഥാൻ പോകാത്തത്? ഈ പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളിൽ ചിലത് തകർത്തത് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുകയും പാക് മീഡിയ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അതിൽ ലോകത്തോട് ഞങ്ങളുടെ സൈനിക ശക്തിക്ക് മേൽ ഇന്ത്യ ആക്രമണം നടത്തി എന്നായിരുന്നു അന്ന് പാകിസ്ഥാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. അതിനുള്ള തിരിച്ചടി എന്ന മട്ടിൽ വലിയ തോതിൽ ഇന്ത്യ ആക്രമിക്കും എന്നും ഇതൊരു യുദ്ധം തന്നെയാണ് എന്നൊക്കെയായിരുന്നു പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വമാണ് അത് പറഞ്ഞത്. പക്ഷേ ഇന്ത്യയുടെ ഏതെങ്കിലും മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മളുടെ മിലിറ്ററി അസറ്റുകളോ അതിലേതെങ്കിലും ഒന്ന് തകർത്തതിൻ്റെ ഒരു സ്ഥിരീകരിക്കപ്പെട്ട ചിത്രങ്ങളോ ദൃശ്യങ്ങളോ തെളിവുകളായി പാകിസ്ഥാൻ ഇതുവരെയും നൽകിയിട്ടില്ല. അവർ ചില പരാമർശങ്ങൾ നടത്തുക മാത്രമാണ് ചെയ്തത്. ആ പരാമർശങ്ങൾ സാധൂകരിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ പാകിസ്ഥാന് ഇതുവരെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ്. പക്ഷേ ഇന്ത്യ തുടർച്ചയായ രണ്ട് വാർത്താ സമ്മേളനങ്ങൾ ഇന്നലെയും ഇന്നുമായി എന്താണ് പാകിസ്ഥാൻ്റെ വ്യോമതാവളങ്ങൾക്ക് സംഭവിച്ചത് എന്നതിൻ്റെ ദൃശ്യവും ചിത്രങ്ങളും അടങ്ങുന്ന സമ്പൂർണ്ണ തെളിവുകളാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിടുന്നത്. പക്ഷേ അത്തരത്തിലൊരു വാർത്താ സമ്മേളനമോ അത്തരത്തിലൊരു വിശദീകരണമോ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നത് അവർ നടത്തിയ ഫൈറ്റ് ദുർബലമായിരുന്നുവെന്നും അത് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ തട്ടി തകർന്നു എന്നുമുള്ള ഇന്ത്യയുടെ വാദങ്ങൾ ശരിവെക്കുന്നത് തന്നെയാണ്. PL-15 എന്നത് അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയാണ്. അത് ലക്ഷ്യം ഭേദിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയല്ല, നമ്മുടെ വ്യോമ പ്രതിരോധത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ അതിൽ തട്ടി ദുർബലമാവുകയും അത് പാകിസ്ഥാന്റെ PL-15 ചൈനീസ് നിർമ്മിതമാണ്. ആ PL-15 മിസൈൽ അത് തകർന്നു വീഴുകയും ചെയ്തു. അതിൻ്റെ ചിത്രങ്ങൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സേനാ നേതൃത്വം അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. എസ് വിജയകുമാർ തുടരുക. എന്നാലും ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള എല്ലാ ആക്രമണങ്ങളെയും ചെറുത്തത് എന്ന് വ്യക്തമാക്കിയായിരുന്നു വ്യോമസേനയുടെ DG.